ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മുറിവീടി വലിക്കാൻ കാശില്ലാതെ എളമരം കടവ് കടന്ന് കോഴിക്കോട്ടേക്ക് വന്ന തൊഴിലാളി നേതാവ് എളമരം കരീം ഇന്ന് അദ്ദേഹം തൊട്ടാൽ ചോര തെറിക്കുന്ന തക്കാളി പോലെയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നോക്കുകൂലി മാത്രം വാങ്ങി ശീലിച്ചിട്ടുള്ള CITUവിന്റെ നേതാവ് ഹർഷകുമാർ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി കൂലി അല്പം കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തോട് പുച്ഛമാണത്രേ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 20 ദിവസം പിന്നിടുകയാണ്. ആ സമരത്തെ ഇപ്പോൾ എല്ലാവരും ആക്ഷേപിക്കുകയാണ്. 2005 NHMന് കീഴിൽ നിയമിക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നിർബന്ധമായും ചെയ്തു തീർക്കേണ്ട ജോലികൾക്ക് പുറമെ വിവിധ സർക്കാർ ആവശ്യങ്ങളുടെ വിവരശേഖരണം അടക്കമുള്ള അധിക ചുമതലകളും ചെയ്തു തീർക്കേണ്ടതായി വരും. എന്നാൽ നിലവിൽ വളരെ തുച്ഛമായ പണമാണ് ഓണറേറിയമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ആശാവർക്കർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെയാണ് ഈർക്കിലി സമരമെന്നും സമരക്കാരെയാണ് കീടമെന്നും CITUവിന്റെ വലിയ വലിയ തൊഴിലാളി നേതാക്കൾ വിളിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ സമരത്തെ അവഗണിച്ച സംസ്ഥാന സർക്കാർ പാർട്ടി സംവിധാനങ്ങൾ ആകെ ഉപയോഗിച്ച് സമരത്തെ ഇപ്പോൾ രാഷ്ട്രീയമായി എതിർക്കുന്ന തിരക്കിലാണ്. സമരം തുടങ്ങിയതിനു ശേഷം ആശാവർക്കർമാരുടെ മുടങ്ങിക്കിടന്ന ഓണറേറിയം കൊടുത്തു തീർക്കാൻ ഏതായാലും സർക്കാർ തീരുമാനിച്ചു. അത്രത്തോളം സമരം വിജയമാണ്. എന്നാൽ സമരം ചെയ്യുന്നവരെ അവഹേളിച്ചുകൊണ്ട് CPM നേതാക്കൾ രംഗത്തെത്തിയത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? സമരം ചെയ്യുന്നത് ഈർക്കൽ സംഘടന എന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പരിഹസിച്ചത്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഘടനയുടെ ആളാണല്ലോ ഇപ്പോൾ. സമരത്തിനെതിരെ ദേശാഭിമാനിയിൽ ലേഖനവും എഴുതി അദ്ദേഹം. സമരസമിതി നേതാവ് മിനിയെ സാംക്രമിക രോഗം പരത്തുന്ന കീടമെന്ന് ആക്ഷേപിച്ച് CITU സംസ്ഥാന പ്രസിഡന്റ് PB ഹർഷകുമാറും രംഗത്തെത്തി. നോക്കണം ഇന്ന് CITU എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പതനത്തിന്റെ ആഴം. സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഇതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ആശാപ്രവർത്തകർ തിരിച്ചെത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താനാണ് ഹെൽത്ത് വളണ്ടിയേഴ്സിനെ നിയമിക്കാനാണ് ഇപ്പോൾ അവരുടെ നീക്കം. അതേസമയം ഹെൽത്ത് വളണ്ടിയേഴ്സിനെ നിയമിക്കാൻ ആരോഗ്യ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. ഇനി അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്നത് വലിയ ചർച്ചയാണ്. 1500 വളണ്ടിയേഴ്സിന് പരിശീലനം നൽകാനായി 11.70 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സമരത്തിന് പിന്തുണ നൽകിയവർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടി ഇതിനകം തന്നെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ രംഗങ്ങളിൽ നിന്ന് കൂടുതൽ പേർ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പുറപ്പെടുവിച്ച പ്രസ്താവന ഏതാണ്ട് ഇപ്രകാരമാണ്: 20 ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണമെന്ന് കേരള സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ആശാവർക്കർമാരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ആശാവർക്കർമാർ. ആശാവർക്കർമാരുടെ സേവനത്തിന് ആനുപാതികമല്ല അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ പ്രതിഫലം. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, നൽകാനുള്ള 3 മാസത്തെ കുടിശ്ശിക നൽകുക, വിരമിക്കൽ പ്രായം 62 എന്ന് ഏകപക്ഷീയമായി നടത്തിയ പ്രഖ്യാപനം പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകുക തുടങ്ങിയ തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുന്നത്. ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്യുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാനാണ് ആരോഗ്യ ധനകാര്യ മന്ത്രിമാരും ചില CPM CITU നേതാക്കളും ശ്രമിക്കുന്നത്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള പ്രാഥമിക അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഭരണാധികാരികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബുദ്ധിജീവികളെയും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരെയും പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ബാലിശവും പരിഹാസ്യവുമായ നീക്കമാണ് നടത്തിയത്. ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ ഒരു തരത്തിലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കാനും സമരത്തെ അടിച്ചമർത്താനുമുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. ആശാവർക്കർമാരുടെ ഓണറേറിയം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്നുമാണ് ഇപ്പോൾ സർക്കാരിന്റെയും CPMന്റെയും സ്വയം പ്രഖ്യാപിത വക്താക്കളായി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രത്യക്ഷപ്പെടുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആരോഗ്യ പരിപാലന മേഖലയിലെ ഏറ്റവും താഴെത്തട്ടിൽ സുപ്രധാനമായ ചുമതലകൾ ഏറ്റെടുത്ത് കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഇവിടെ. കേന്ദ്രത്തിനാണ് മുഖ്യ ഉത്തരവാദിത്വമെങ്കിൽ ആശാവർക്കർമാരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച് പരിഹാരം കാണാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനും
ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒളിച്ചോടരുത്. സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി ഒരു നിമിഷം വൈകാതെ ചർച്ച ആരംഭിക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്നും ബന്ധപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പറഞ്ഞത്. കെ സച്ചിദാനന്ദൻ, കെ ജി ശങ്കരപ്പിള്ള, സുഭാഷ് ചന്ദ്രൻ, റിയാസ് കോമു, കെ അജിത, ജോയ് മാത്യു, സി വി ബാലകൃഷ്ണൻ, ബി രാജീവൻ, അൻവർ അലി എന്നിവരുൾപ്പെടെ സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും നീണ്ട നിര തന്നെ പ്രസ്താവനയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ഇന്ന് സമരം എന്ന് കേൾക്കുമ്പോൾ CPM-നും CITU-വിനും വലിയ അലർജിയായിരിക്കുന്നു. അവരൊരു കാലത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സമരങ്ങളുടെ മാലപ്പടക്കം തീർത്തവരാണ്. അവർക്കിപ്പോൾ സമരം എന്ന് കേൾക്കുമ്പോൾ അലർജിയാകുന്നു. അതും പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു സമരത്തെ ഇത്രമാത്രം നികൃഷ്ടമായി ഒരു ഭരണകൂടം കാണുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളി വർഗ കക്ഷി, ഇടതുപക്ഷ കക്ഷി എന്നൊക്കെ അവകാശപ്പെടുന്നവർ പറയുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായ രോഗം അവരുടെ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്.